ഡാഡിയെ നോക്കി അപ്പുറത്തെ വീട്ടിലെ ചക്കിപ്പൂച്ചയ്ക്ക് വിഷമം പുറകെ കിടക്കുമ്പോട്ട് നീയേ ഇന്നലെ രാത്രി പഠിച്ചു പറഞ്ഞേ സഞ്ചാര സാഹിത്യം എന്നാൽ എന്ത്? ജനങ്ങൾക്ക് വായനക്കാർക്ക് പ്രിയപ്പെട്ട സാഹിത്യ രൂപമാണ് സഞ്ചാര സാഹിത്യ സാഹിത്യ രൂപമാണ് സഞ്ചാര സാഹിത്യം. 16 എത്ര പറയാ 1.5 ഇന്നലെ രാത്രി മുഴുവൻ ഇരുത്തി പഠിപ്പിച്ചതിന്റെ നിന്നെ ഒരു 6 കട്ട് ചെയ്താ പോരെ അമ്മ. 1.5 ആണ്ട് പഴക്കമുണ്ട് ഈ സാഹിത്യ സഞ്ചാര രൂപത്തിന്. അന്യനാട്ട് രാജ്യങ്ങളിലെ അന്യനാട്ടുകളെ കുറിച്ച് അറിയാനും അവരുടെ സംസ്കൃതത്തെ കുറിച്ച് അറിയാനും സഞ്ചാര സാഹിത്യം ഫോൺ അടിക്കണം. ഫോൺ അടിക്കണം. ഇടുക്ക് എന്താടി പിടിച്ചടി. ഏതാണ്ട് എന്താ എന്താണ്ട് ആനപ്പാപ്പാനോ നോക്കട്ടെ. ഓ അയാളാ പാർട്ടിയുടെ പ്രസിഡന്റ്. എഴുതിട്ട് ഞാൻ ചത്തുപോയിന്ന് പറ. ഹലോ സാറേ, ഭാര്യ ക്ലീറ്റോ ബാത്റൂമിലാ? എന്താ സാറേ? ശരി സാറേ, ശരി. ക്ലീറ്റോ കാര്യം പറയും. ക്ലീറ്റോ ഇപ്പൊ ആരാന്നറിയോ? നിങ്ങളുടെ പാർട്ടിയുടെ ജില്ലാ ട്രഷറർ ആക്കിന്ന് പറഞ്ഞ് വിളിച്ചതാ സാറ്. കിട്ടുന്നില്ല. ഉറപ്പ്. എനിക്ക് സന്തോഷമായി. സത്യം പറയാൻ ഞാൻ മരിക്കാൻ വേണ്ടി ആലോചിച്ചോണ്ട് കിടക്ക്. എനിക്ക് അവനൊന്ന് വരുമ്പോഴേ മീൻ മേടിക്കണം കേട്ടോ. മീൻ ഇന്നലെ സ്രാവ് വാങ്ങിച്ചില്ലടി. സ്രാവ് പോ മനുഷ്യടന്ന് മേടിച്ചോണ്ട് തന്നെ അവിടെ നിന്ന് നീ എന്താടാ വിചാരിച്ചത്? നീ വിചാരിച്ച ക്ലീറ്റോടെ രാഷ്ട്രീയ ഭാവി അങ്ങ് ഇല്ലാതാക്കുന്നല്ലേ? ഒരു ചുക്കും നടക്കൂലടാ. ഈ ക്ലീറ്റോ ഇപ്പൊ ആരാന്നറിയാമോ? പാർട്ടിയുടെ ജില്ലാ ട്രഷറർ. ഞാൻ എന്ത് വേണം നീ അറിയണം. ക്ലീറ്റോ വിചാരിച്ച ഇതെല്ലാം ഇതിലപ്പുറവും പോകാൻ പറ്റുമെന്ന്. അവിടെ നിക്ക്. നീ അങ്ങനെ അങ്ങ് പോയരുതേ. നീ എനിക്കെതിരെ എന്തൊക്കെയാടാ ഇവിടെ കാട്ടിക്കൂട്ടിയത്. പക്ഷെ പാർട്ടിക്ക് അറിയാം ക്ലീറ്റോ ആരാണെന്നും ക്ലീറ്റോ എങ്ങനെയാണ് പാർട്ടിക്ക് വേണ്ടി ജീവിക്കുന്നതെന്നുള്ളത്. നിന്നെയൊക്കെ ഉണ്ടല്ലോ ഏത് സമയം വേണേലും എടുത്തെറിയാണല്ലോ. ഇത് പിന്നെ ക്ലീറ്റോ നന്ദിയേട് പറയലടാ. നീ നന്ദിയേട് എന്ത് നന്ദിയേടാ? എടാ ക്ലീറ്റോ, നീ കുടുംബത്തിന്ന് പുറത്തിറങ്ങാതെ ഇവിടെ പ്രശ്നം ഉണ്ടാക്കിയിട്ട് വാതിലടച്ച് തൂങ്ങിച്ചാവെന്നും പറഞ്ഞ് പേടിപ്പിച്ചാ? ക്ലീറ്റോയ്ക്ക് അങ്ങനെ ഇരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. എടാ നീ ചാകണ്ടെന്ന് കരുതിയിട്ടേ കനകം വന്ന് എന്നോട് പറഞ്ഞിട്ടാണ് ഞാനും ഷാഹിദയും കൂടി മൂത്താപ്പാടെ വീട്ടിൽ പോയി പറഞ്ഞിട്ട് ഈ സ്ഥാനം മേടിച്ചു കൊടുത്തത്. ഇവന് നീ മൂത്താപ്പാരെ വീട്ടിൽ പോയോ കൊച്ചാപ്പാരെ വീട്ടിൽ പോയോ? എടാ പാർട്ടിക്ക് ക്ലീറ്റോയെ അറിയാടാ. പാർട്ടി പ്രസിഡന്റിന് എല്ലാവർക്കും അറിയാം ക്ലീറ്റോ ആരാണ്. അവര് പറഞ്ഞു ഇവനെ അടിച്ചതിന്റെ അകത്ത് കയറ്റരുന്ന അവര് തീരുമാനം എടുത്ത. ഇല്ലാത്തത് പറയേ. നീ കളിക്കരുത്. നീയാണ് ഇതിനകത്ത് ഏറ്റവും വലിയ കുഴപ്പം. ഞാൻ പറഞ്ഞില്ലടാ ഇവനൊക്കെ ഇതിന് നിക്കണ്ടെന്ന്. കേട്ടില്ലേ? ലക്ഷങ്ങളാണ് ക്ലീറ്റോന് ഈ കൈ കൊണ്ട് കൈകാര്യം ചെയ്യാൻ പോകുന്നത്. ട്രഷറർ എന്ന് പറഞ്ഞ ആരാ? പാർട്ടിയുടെ പൈസയുടെ മുഴുവൻ ചുമതലയും നോക്കുന്ന ആൾ. എന്റെ തങ്കം ഒന്ന് പെടുത്തണോന്നേ പറഞ്ഞുള്ളൂ ആ കമ്മിറ്റിയില്. ഞാനറിഞ്ഞു ഈ കുറുക്കന്റെ കയ്യിൽ കോഴിനെ പിടിച്ചു കൊടുക്കുന്നു. എന്റെ ദൈവം, ഇനി ഞാൻ ആരുടെയൊക്കെ പൈസക്ക് സമാധാനം പറയേണ്ടി വരും. ഇതിലും ഭേദം ക്ലീറ്റോ തൂങ്ങി ചാവണതായിരുന്നു നല്ലത്. ഇപ്പൊ നീ പറഞ്ഞ കറക്റ്റ്. അങ്ങനെയാണെങ്കിൽ 5 ദിവസത്തെ വിഷമേ കാണൂ. ഇത് 5 വർഷം ജീവനെ സഹിക്കേണ്ടി വരും. വണ്ടി വിടറാ.
versus Alien.